ചുറ്റുപാട് എങ്ങനെ ആയാലും ഞാൻ നന്നാകും, എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കൂല എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് വിഷയത്തിൽ അത് അവന് ഉപകാരപ്പെടും. അപ്പോൾ ഞാനിതിങ്ങനെ പറയാനുള്ള ഒരു കാരണം, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ എച്ച് കാഴ്ച പരിമിതനാണ്, പൂർണ്ണമായും കാഴ്ച പരിമിതനാണ്. അപ്പോൾ ഒരു സ്കൂളിൻ്റെ അത്യാവശ്യം വലിയൊരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ഏറ്റവും മുകളിലെ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു പ്രയാസമില്ല. അത്രയും സർവീസ് കഴിഞ്ഞ് എത്തി താനൊരു കാഴ്ച പരിമിതനാണ് എന്നുള്ളത് അയാളുടെ സംസാരത്തിലോ അയാളുടെ പെരുമാറ്റത്തിലോ ഒന്നും നമുക്ക് ഒരു കിട പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവില്ല. അത്രയും ഉന്മേഷം കൊണ്ട്, അത്രയും ആവേശത്തോടു കൂടി, സന്തോഷത്തോടു കൂടി എല്ലാ ഭാഗങ്ങളും ഭംഗിയായി നിർവഹിച്ച് മുന്നോട്ട് പോകണം. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു അനുഭവം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു പാഠം എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്, നമ്മൾക്ക് പലപ്പോഴും പല കുറവുകൾ ചിലപ്പോൾ ഉണ്ടാകാം. നമ്മൾ കുറവെന്ന് കരുതുന്നതോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ കുറവെന്ന് കരുതുന്നതോ അത് തീരെ ഇല്ല എന്നല്ല, അതിനെ ഒരു കുറവായി കാണാതെ മറ്റുള്ള പോസിറ്റീവ് വശങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉണർത്തി അതിനെ പരിപോഷിപ്പിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു മനഃശക്തിയും അതേപോലെ തന്നെ അങ്ങനെയുള്ളൊരു മനോഭാവവും നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് വലിയൊരു മുതൽക്കൂട്ടാവും ജീവിതത്തിൽ. ശരിക്ക് തളർന്നു പോകുന്ന നിമിഷങ്ങളിലും പിന്നെ പ്രയാസപ്പെട്ടു പോകുന്ന സമയങ്ങളിലുമൊക്കെ, പരീക്ഷണ ഘട്ടങ്ങളിലുമൊക്കെ ഇതല്ലാത്ത കുറേ അനുഗ്രഹങ്ങൾ അള്ളാഹ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ എന്നൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വയമേ ഉയരാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ, ആ മനസ്സിനെ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ അത്തരമൊരു മെൻറ്റാലിറ്റി നമ്മളെ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു നമ്മുടെ കുറവുകളെ ഒരു കുറവുകളായി നമ്മൾ കാണുമ്പോഴാണ് നമ്മളൊരു കുറവുള്ള ആളായി മാറുന്നത്, അല്ലേ? അതെ അതെ ആ കുറവുകൾ ഒരു കുറവല്ല, എനിക്കത് പിന്നെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ സ്വയം അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്കും അവരെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പോലെ എനിക്കും ചെയ്യാൻ കഴിയും. അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് എന്നോട് കഴിയുന്നത് ഞാൻ ചെയ്യാം എന്ന ഒരു കാഴ്ചപ്പാടിലൊരു മെന്റാലിറ്റിയിലാണെങ്കിൽ ആ കുറവിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല.